അയ്യോ എന്തൊരു വൃത്തികേടാണ് എഴുതിയേക്കണ. എന്താണ് ഒരുത്ത നമ്മുടെ ശീതളേട്ടന് ട്രോളിയൊക്കെ നോക്കി എവിടെ കണ്ട. കിഡ്നിക്ക് വേണ്ടി നന്മമരം പൈസ ബോംബിട്ടെന്നൊക്കെയാണ് എഴുതിയത്. പേരെന്താ നോക്കി? അവന്റെ പേര് കെ കുക്കു. കെ കുക്കു അല്ലേ? ഇവനൊക്കെ സ്പോട്ടിൽ പണിയെടുക്കണം, ഇല്ലെങ്കിലൊക്കെ വളർന്നിട്ട് പന്തലിച്ചാളും അവിടെ തന്തക്കും തള്ളക്കും വിളിക്കണം. അതെ ശ്രദ്ധിക്കണം, ഇതിന്ന് പറഞ്ഞാൽ ഇപ്പൊ കേസാണ്. എന്ത് കേസ്? ഫേസ്ബുക്കില് തോന്നിയ ദിവസം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിയമം പാസ്സായിട്ടുണ്ട്. എടാ പ്യാരി, നമ്മള് വ്യാജ ഐ ഡി കൂടെയല്ലേ ചെയ്യണത്, പിന്നെ നമുക്ക് എന്ത് പേടിക്കാം? എന്നാ കൊടുക്ക. അതല്ലേ പറഞ്ഞത്. എന്ത് ഇത് അർദ്ധരാത്രി നടു റോഡിൽ നടിക്ക് സംഭവിച്ചത് എന്ത്? എന്താണ്? തുറന്നു നോക്ക്, ലിങ്ക് ഓപ്പൺ ആക്കി. ഇല്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്. അവള് രാത്രി കാറിന് പോയപ്പോ ടയറ് പഞ്ചറായി, അപ്പൊ ആരാണ്ട് മാറ്റി കൊടുത്തതാണ് കാര്യം. എപ്പോഴും ഞാൻ തുറക്കണ്ടെന്ന് ഓർക്കും. പക്ഷെ ഈ കഴുത്തിന് കീപ്പോട്ടുള്ള പടം കാണുമ്പേ ഇത് ആരാണെന്ന് അറിയാനുള്ള ഒരു ത്വരയിൽ അങ്ങോട്ട് തുറക്കും. അതെ മൊയ്തുക്ക, ശീതളേട്ടന് പഴയ പോലത്തെ പേരൊന്നുമില്ലാട്ടാ, നല്ല ചീത്തപ്പേരുണ്ട്. 1.5 കൊല്ലം കൊണ്ടല്ലേ പുള്ളി പടർന്ന് പന്തലിച്ച് ഇത്രയും വലിയ നന്മപരമായത്. രാഷ്ട്രീയക്കാർക്കും അസൂയുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. കണ്ടോ, ഈ ചാഞ്ഞ മരാകുമ്പഴേ പാഞ്ഞു കയറാൻ എളുപ്പമാണ്. അതാണ്. ഇന്നൊരു വീഡിയോ ചെയ്യാണ്ടെന്ന് പറയുന്നുണ്ട്. വരുന്നുണ്ടോ? കാസർഗോഡ് എന്റെ മൊബൈൽ എടുക്കട്ടോ. മൊബൈൽ എടുക്കുമ്പോ നല്ല ക്ലിയർ ഉണ്ടാവും. പുള്ളി ഇങ്ങോട്ട് വരട്ടെ ഒന്ന്. പിന്നെ ഞാൻ വേറൊരു പാട്ട് എഴുതി ചെയ്യുന്നു ശീതളേട്ടനെ പറ്റിയാ. മൂപ്പർക്ക് ഭയങ്കര ഇതുണ്ടാക്കും. മൂപ്പരെക്കൊട്ടരെ പാടിപ്പിക്കണം നമുക്ക്. വരട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആയിക്കോട്ടെ, ശരി ശരി. അതൊന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോളി. നാം വന്നിട്ടേ ഒക്കെ ശരിയാക്കി തരുന്നത് കേട്ടോളി. ശരി വെക്കി. ആവട്ടെ ശരി. പോവാ നേരല്ലേ. അല്ല, ഇന്ന് എവിടുക്കാ പോണ്? എടാ, ആ മാതാപിതാക്കൾ മരണപ്പെട്ടില്ലേ, ആ അനാഥകളായ 2 മക്കളില്ലേ, ഇന്നലെ പറഞ്ഞേ, അവറ്റുള്ള വീടിന്റെ കാര്യത്തിനേ അതൊന്നും നമ്മൾ ചെന്ന് ശരിയാക്കി കൊടുക്കണത്. അതിലൊന്നും ഇടപെടേണ്ട ശീതളേട്ടാ. എന്താണ്, ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് തൂങ്ങിയിട്ടുണ്ട്, അത് കൊടുക്ക ഇത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എടാ, അതൊക്കെ വെറും പ്രഹസനാണ്. വെറുതെ അവിടെ ചെന്നിട്ട് അവര് ഫേമസ് ആവാൻ നോക്കുകയാണ്. നമ്മളതാണ്, നമ്മൾ ഈ വീട് അയച്ചു കൊടുത്താൽ അവറ്റകൾക്ക് എന്തെങ്കിലും കിട്ടും, അവറ്റകൾ ജീവിക്കട്ടെ. അപ്പൊ കൊടുക്കുമ്പോ ഒന്ന് എടുക്കണ്ടേ? എന്താണ്ട നായ നീ പറഞ്ഞ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കാണ്. അല്ല, കാശ് എടുക്കണ കാര്യമല്ല, അത് കൊടുക്കണതൊന്ന് വീഡിയോ എടുക്കണ്ടേന്ന്. പിന്നെ വീഡിയോ എടുക്കാണ്ട് വീഡിയോ എടുത്തിട്ട് അയച്ചാലല്ലേ ആൾക്കാർ കാശ് അയക്കുള്ളൂ. അവർക്ക് ആ കാശ് കൊടുക്കണോണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതാ ഞാൻ എന്താണ് ശീതളേട്ടാ, ഈ മൊയ്തൂക്ക ശീതളേനെ പറ്റി ഒരു ഭക്തിയാനം എഴുതിയിട്ടുണ്ട്. ഭക്തിയാനം അല്ല, ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും ഇല്ലാത്തില്ല, എല്ലാം ഉള്ളത് തന്നെ. ഞാൻ പറയാം. എന്താണ്? അല്ല ശീലട്ടാ, നിങ്ങളിപ്പോ ചെയ്യുന്ന ഈ സൽപ്രവൃത്തി ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയിട്ട് ഞാനൊരു പാട്ട് എഴുതിയതാ. ഞാൻ തന്നെ ഈണം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പാടിയിട്ട് നിങ്ങളിത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാവും. ഉറപ്പാ. എന്താണത്? മുത്താണ് പൊന്നാണ് ശീതളേട്ടൻ, കൽക്കണ്ട കനിയാണ് ശീതളേട്ടൻ, ആലംബമില്ലാത്തായിരങ്ങൾക്ക് താങ്ങായി തണലായി ശീതളേട്ടൻ. ഇത് പല്ലവി മാത്രമാണ്, നീ അനുപല്ലവിയും ചരണം വരൂ, സംഭവം സൂപ്പറാവും. അതിന് ഉൾപ്രേക്ഷ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഇതെങ്ങനെ ഞാൻ പാടുന്നത്? ഞാൻ പാടി ശരിയാവില്ല. അത് ശീതളേട്ടൻ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ഞാൻ തന്നെ എങ്ങനെ പാടുന്നത്? അത് നീ പാടുക നല്ലത്. അല്ല, ശീതളേട്ടന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. സംഭവം സൂപ്പർ അല്ലേ? സൂപ്പറാണ്, നല്ലതാണ്. അടിപൊളി സ്റ്റൈലും എന്താ പാടിയിട്ടിരിക്കാണ് ഞാനാ വണ്ടി ഓടിക്കണത്. ആ പാട്ടിന്റെ ടെംപ്ടേഷനിൽ മാറിപ്പോയി. ശീതളേട്ടൻ ഇവിടെ ഇരിക്കും. അയ്യോ, എന്തൊക്കെയാ ഈ ആളുകൾ എഴുതി നിറച്ചിട്ടുള്ളത്. അതെ, നമ്മുടെ ന്യൂസിനേക്കാൾ നല്ലത് ഈ ആളുകളുടെ കമന്റ്സ് വായിക്കുന്നതാ. കമന്റ് പൂരെ തെറിയാണ്. തെറിയാണെങ്കിൽ എന്താന്നേ, അതൊരു പ്രാസമൊക്കെ ഉണ്ട് വായിക്കാൻ, ഒരു സുഖമുണ്ട്. സാറേ, ഇത് ചീത്ത വിളിച്ചേക്കുവാ. ആരെ? സാറിനെ.
എന്നെയോ? ആ അതെ. അല്ല, ഇനിയിപ്പോ ആളുകൾ ചീത്ത വിളിച്ചു എന്ന് വെക്കി, നമ്മൾ എന്തിനാ അത് നോക്കണത്? നമ്മുടെ ന്യൂസുകളുടെ ലിങ്ക് ആളുകൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാ പോരെ? അതുപോലെ അതെ അതെ അതെ. അപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ നമ്മുടെ ന്യൂസ് കാണുന്നുണ്ട്. ഉവ്വ് മന്മത, ഇതാ ഹിന്ദിയിൽ എന്തൊക്കെ അത് തന്നെ ആ കമന്റ് അതെന്താണെന്നറിയാമോ സാറേ? മാം പിതാ. അത് തന്നെ സാറിന്റെ അപ്പനെ അമ്മേനെയും പറഞ്ഞേക്കുന്നത്. സാറിന്റെ തന്തനെ തട്ടാനും വിളിച്ചേക്കണത് ഹിന്ദിയില്. ഓ, ഇനി തന്തി തള്ളി വിളിച്ചാൽ എന്ത്, ഉത്തരേന്ത്യക്കാരെ കാണുന്നുണ്ടല്ലോ. അതുപോലെ മതി മതി മതി, പിന്നെ അത് മതിയല്ലോ. കറക്റ്റ് അത് തെറിയ. സാറേ, ഓ, നമ്മുടെ ഈ പടക്ക ന്യൂസിന്റെ തലക്കെട്ടേ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഓ, ഇപ്പൊ ഇന്നലെ നമ്മൾ ഇട്ട ന്യൂസില്ലേ, ആ യുവനടിക്ക് അർദ്ധരാത്രിയിൽ നടുറോട്ടിൽ വെച്ച് സംഭവിച്ചത് എന്ത്? മന്മത, ഈ ന്യൂസിന്റെ ടൈറ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ തനിക്ക് എന്താ തോന്നിയത്? ഞാൻ കരുതി നടിയെ ഇന്നലെ രാത്രി കുറെ ചെറുപ്പക്കാർ ചേർന്ന് പീഡിപ്പിച്ച് ആകെ പ്രശ്നമായി, അങ്ങനെ ഒരു സംഭവമാണ് പ്രതീക്ഷിച്ചത്. അല്ലേ? അതെ അതെ. ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ സത്യത്തിൽ അതല്ലല്ലോ. എന്താ വാർത്ത? നടി അർദ്ധരാത്രി കാർ ഓടിച്ചു വന്നു, ടയർ പഞ്ചറായി, ഏതോ ഒരു തെണ്ടി സഹായിച്ചിട്ട് ഈ കാറിന്റെ ടയർ മാറ്റിയിട്ടു, അവര് വണ്ടി എടുത്തിട്ട് പോയി. ഈ വാർത്ത നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വായിക്കുമോ? ആരെങ്കിലും ലിങ്ക് ഓപ്പൺ ചെയ്യോ? ഇല്ലല്ലോ. ഇതിപ്പോ ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് 2 മില്യൺ വ്യൂസ് ആണ്. മണ്ടു, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ന്യൂസ് ഇല്ലേ, അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കി, മന്മഥൻ കേക്കട്ടെ. താരദമ്പതിമാർക്കിടയിലേക്ക് പുതിയൊരു അതിഥി കൂടി, സന്തോഷത്തിൽ അവർ ആരാധകർ ഞെട്ടിത്തരിച്ചു. മന്മഥൻ എന്ത് തോന്നി? അല്ല സാറേ, അത് ഏത് താരദമ്പതികൾക്ക് കുഞ്ഞ് ജനിച്ചത്? ഒരു താരദമ്പതികൾക്ക് ഒരു കുഞ്ഞും ജനിച്ചില്ല. ആ ദമ്പതികളെ ഒരു ചാവാലിപ്പെട്ടി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇത്രേ ഉള്ളൂ കഥ. അതെ, അവര് പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് കാണുമോ? ഇതിപ്പോ എല്ലാവന്മാരും ലിങ്ക് ഓപ്പൺ ചെയ്ത് കണ്ടോളൂല്ലോ. അത് പറഞ്ഞപ്പോ എനിക്കൊരു ഹെൽപ്പ് വേണം. ലീവ് ഇല്ല. അല്ല അതല്ല പിന്നെ സാറേ, ഞാനിപ്പോ അഭിനയിച്ച ഷോർട്ട് ഫിലിമില്ലേ നായകനായിട്ടുള്ള, അത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കി സാറേ. ഒരു മനുഷ്യനും കാണാനില്ല. അത് കാണൂലല്ലോ. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം അതിനകത്ത് വെച്ചിട്ടുള്ള നിന്റെ മുഖം ഉണ്ടല്ലോ, അത് ഇവിടുന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് അതിനെ അഭിനയിച്ച നായികയുണ്ട്, അവള് കൊള്ളാം. അവള് കുളിമുറിയിലേക്ക് കയറി പോകുന്ന ഒരു സീനുണ്ടല്ലോ അതില്, ഇല്ലേ? ആ കുളിമുറിയിലേക്ക് കയറി പോകുന്ന ആ സീനിന്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അത് ഫോട്ടോ ഇട്ട് വെക്കുക. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു കുറിപ്പും കൊടുക്കുക, നായിക നടിക്ക് കുളിമുറിയിൽ സംഭവിച്ചത് എന്ത്. സാറേ, അതിന് ആ നടി ഒരു പാറ്റയെ കണ്ട് കുളിമുറിയിൽ എടുത്ത അടി ഓടണല്ലേ അതിനകത്ത് സീന്. എടാ, ഇത് നിനക്കും എനിക്കും അറിയാം, പക്ഷെ നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. നീ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്, അപ്പൊ കാണാം വ്യൂസിന്റെ കാര്യം മാറുന്നത്. എന്നാലും സാറിന്റെ ബുദ്ധി അപാരം തന്നെ. എടോ മന്മത, ഈ ഓൺലൈൻ മീഡിയകളുടെ മത്സരങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല പാടാ. അതിന് നല്ല ബുദ്ധി വെടക്കാക്കി തനിക്കാക്കത് കേട്ടിട്ടുണ്ടോ? അതായിരിക്കണം നമ്മുടെ പോളിസി. പിന്നെ നാളെ ശീതളന്റെ ഇന്റർവ്യൂ പറഞ്ഞതാണ്, അത് മറക്കരുത്. അല്ലാതെ ഓക്കെയാണ്, ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എടുത്തു വന്നിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ നല്ല പടക്കം പോലെ ടൈറ്റിൽ കിട്ടും. ഒരു സങ്കടത്തിൽ നടക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ശീതളേട്ടൻ ഇങ്ങനെ നടക്കുമ്പോ നമ്മൾ കാണിക്കണ സീൻ വൃക്കരോഗികള്, സഹായിക്കാൻ ആരുമില്ലാത്തവര്, അവരുടെയൊക്കെ പടങ്ങളാണ് നമ്മിങ്ങനെ കാണിക്കണം. അപ്പൊ നിലവിളി ശബ്ദത്തിന്റെ ഇടയിൽ കൂടി എങ്ങനെ നടക്കണം, അവരുടെ അത്താണിയാണെന്നുള്ളത്. അത് തന്നെ. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്നെ കൊണ്ട് ഇങ്ങനെ വര വരച്ച് അധ്യയനം നടത്തുക, അധ്യയനം നടത്തുക, എന്താ പരിപാടി? ശീതളേട്ടൻ നമ്മ ആളുകൾക്ക് സഹായം മാത്രം ചെയ്തു കൊടുത്താൽ പോരാ, ഇതുപോലുള്ള ഒരു ബൂസ്റ്റപ്പും കൂടി വേണം, എന്നാലേ ജനങ്ങളിൽ എത്തുള്ളൂ. ഇന്റർവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു വീഡിയോ കിടക്കട്ടെ. അത് ഞാൻ സിനിമാ താരമൊന്നല്ലോ. എന്നാലും നിങ്ങൾ എത്ര ആൾക്കാർക്ക് അറിയാം ഈ കാര്യത്തിൽ ശീതളേട്ടന്റെ അഭിപ്രായം പറയണ്ട, ഞങ്ങൾ തീരുമാനിക്കും. മറ്റേ നടപ്പൊക്കെ അല്ലേ, ഇനി മറ്റേ പാട്ട് ഈ മൊയ്തൂക്ക പാടിയ പാട്ട് പാടും. അപ്പൊ ചെറിയൊരു ഡാൻസ് ശീതളേട്ടൻ ചെയ്യണം. ഞാനാ കാണിച്ചു തരും. ഞാൻ കാണിച്ചു തരാം, സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. നോക്കി ഞാൻ കാണിച്ചു തരാം. പൊന്നാണ് ശീതളട്ടൻ, കൽക്കണ്ട കനിയാണ് ശീതളട്ടൻ. ഇങ്ങനെ കാണിച്ചാൽ മതി. നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്താ പ്രാന്താണ്? ഞാൻ അതേമാതിരി തുള്ളാട്ടം കളിക്കാൻ നടക്കുകയാണ് ഇവിടെ. ആൾക്കാർ ജീവിതം ഇല്ലാണ്ട് നട്ടോട്ട് കൊടുക്കാണ്. അതിന്റെ ഇടയിലാണ് നിങ്ങളുടെ ഡാൻസ് കളിക്കല്. ഒരു യൂത്ത് ഫെസ്റ്റിവലിന് പോലും ഒരു ഡാൻസ് കളിക്കാത്ത ആളാണ് ഞാൻ. സിമ്പിൾ സ്റ്റെപ്പ്. എന്ത് സിമ്പിള്? അതെ, ഈ ജാതി പരിപാടിയാണെങ്കിൽ രണ്ടാളും എന്റെ കൂടെ നടക്കണ്ടാട്ടാ. വെറുതെ പറഞ്ഞില്ല എന്ന് വേണ്ട ഞാൻ. ഹലോ, അതെ സാർ ഇവിടെ ഉണ്ട്. ആരാണ്? അതാ വരും.
മറ്റേ പടക്കം ഓൺലൈൻ ന്യൂസിന്റെ ആള് ഓൺലൈൻ്റെ ആൾക്കാർ ഇന്റർവ്യൂന്റെ അല്ലേ നടക്കി പറയാം ഇതേ നല്ല മൂടുള്ളപ്പോ പറയാം. എന്താണ് എനിക്കാണ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഓ ശരി ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാധ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും സഹായം ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിതം ആഘോഷിക്കുകയാണ്. ഇതിപ്പോ ഞാൻ ജനിച്ചത് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. സാറിന്റെ പേര് ശീതളൻ എന്ന് മാറ്റി സഹായദാസനാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നിപ്പോ അങ്ങനത്തെ മനുഷ്യന്മാർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആടണു പാടണു പറയണു, അതൊക്കെ എല്ലാവരും ആഘോഷിക്കട്ടെ, അതാണ്. അല്ല, ഈ സാറിന്റെ ഡാൻസേ ഒരുപാട് പേര് ട്രോളാക്കി ഇറക്കിയല്ലോ. ഉണ്ടോ? കുറെ ട്രോള് വന്നിട്ടുണ്ട്. അതെ, ഓ സന്തോഷിക്കട്ടെ എല്ലാവരും. അങ്ങനെ ട്രോളാണെങ്കിലും അത് ആൾക്കാർ കാണുകയാണല്ലോ. സാറിന് അത്ര ഇഷ്ടമാണ് ആൾക്കാർക്ക്. ഓ അത് ശരി. അപ്പൊ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നമുക്ക് നിർത്താലോ? നമ്മള് വിവാദ വിഷയങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അല്ല അതെ, ഞങ്ങക്ക് വേറൊരു വീഡിയോ എടുക്കാണ്ടത് അതാണ്. അല്ല ഇതിപ്പോ കഴിയും. ഈ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും ഭരണകർത്താക്കളെ കുറിച്ചും ഒന്നും സാറ് ഒന്നും പറഞ്ഞില്ല. എന്തായാലും പറഞ്ഞു. നമ്മൾ എന്തിനാ വെറുതെ വേണ്ടാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? ഒന്നാമത്തെ വിവാദത്തിന്റെ കാര്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഭരണകർത്താക്കളെ കുറിച്ച് നമ്മൾ എന്താണ് പറയണത്? ഒന്നാമത്തെ അവരായിട്ട് ഞാൻ നല്ലൊരു അടുപ്പത്തിലാണ് കേട്ടോളി. പിന്നെ അവരെ കുറിച്ച് ഞാൻ വേറെ വായ തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അവരെ കാര്യം കേട്ടാല് എന്നെ കൊല്ലും. അത്രയ്ക്ക് അടുപ്പാണ് ഞങ്ങൾ തമ്മില്. അതാണ്. പിന്നെ ഈ രാഷ്ട്രീയക്കാരൊക്കെ എല്ലാവരും മോശക്കാരെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ നിന്നും സാറിന് മോശമായ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാനുള്ള പ്രവൃത്തി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ നല്ലത് ചെയ്യണു, അവര് നല്ലത് നമുക്ക് ചെയ്തു തരും. ജനം അത് പൊക്കി പറയുന്നുണ്ട്. എന്താണ് ജനങ്ങൾ അത് പറയണുണ്ട്. ഓ ഇനിയിപ്പോ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ഭാവി പരിപാടി ഇപ്പൊ മൊയ്തൂക്ക ഒരു ഭക്തിഗാനം എഴുതിയിട്ടുണ്ട് ശീതളേട്ടനെ പറ്റി. ഞങ്ങൾക്ക് എന്നാ അതുകൂടെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതെ, 4 പേര് പാടിക്കോ പാടിക്കോ. മുത്താണ് പൊന്നാണ് ശീതളട്ടൻ, കൽക്കണ്ട കനിയാണ് ശീതളട്ടൻ, ആലംബമായൊരു ആയിരങ്ങൾക്ക് തണലായി തുണയായി ശീതളട്ടൻ. ഗംഭീരമായിട്ടുണ്ട്. അല്ല സാറിന്റെ നന്മ മാത്രമാണ് പാട്ടില്. എന്നാ പിന്നെ നമുക്ക് ആ കാര്യങ്ങൾ സാറിനെ പോലെ ഒരു വലിയ നന്മ മരം ഇത്രയും സമയം ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ശരിക്കും ഇത്ര എളിമയുള്ള ആളാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്താണ് ഇപ്പൊ നമുക്ക് എന്താ എളിമയ്ക്ക് കുറവ്? എല്ലാവരും നമ്മളോട് മര്യാദ കാണിക്കുന്നു, നമ്മൾ അവരോട് മര്യാദ കാണിക്കണം, അത്രേ ഉള്ളൂ. ഈ കുപ്പായം കണ്ടില്ല നിങ്ങള്? ഇതുപോലെ തന്നെ മനസ്സു. അതാ ശരി. സാറേ ഒരു സെൽഫി സാറേ. 10-25 വർഷമായില്ലേ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കണു. അതുകൊണ്ട് എന്റെ മനസ്സ് പറയണു ഞാൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. അതല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അവരെ നേരിടാൻ ഗ്രൂപ്പ് കളി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗ്രൂപ്പ് കളി ഇല്ലെങ്കിൽ എല്ലാവരും കൂടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ഞാനായിരിക്കും. അത് മുന്നേ കണ്ടുകൊണ്ടല്ലേ പാർട്ടി ഇടപെട്ട് പാവങ്ങൾക്ക് ഇപ്പൊ തന്നെ ധനസഹായമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ചില ഉടായ്പ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ കാലുമാറുക പിന്മാറുക ചെയ്താണ്ടല്ല. എന്റെ സ്വഭാവം അറിയാലോ. ശരി സുഖേട്ടൻ വാർത്ത അറിഞ്ഞോ? എടോ, ഞാൻ എന്നും ആദ്യം നമ്മുടെ പാർട്ടിയുടെ പത്രം വായിക്കും, അത് കഴിഞ്ഞ് മറ്റെല്ലാ പത്രവും വായിക്കും, അത് കഴിഞ്ഞിട്ടേ പാർട്ടി ഓഫീസിൽ വരാറുള്ളൂ. പത്രല്ല, പടക്ക ന്യൂസ് വായിച്ചായിരുന്ന? അത് നോക്കിയില്ല. ഇതാ നോക്ക്, എന്താ എഴുതി നോക്ക്. സർക്കാരിനെ വിമർശിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിയുള്ളതായി ശീതളൻ. നമ്മളെ വട്ടപ്പാറ ശീതളയെന്ന്. അതെന്താ അവൻ അങ്ങനെ എഴുതിയാണ്? ഒരു പിടിയുമില്ല. ഇന്നലെ വരെ കക്ഷിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, ഇന്നിപ്പോ എന്താ ഇങ്ങനെ സംഭവിക്കാൻ? സർക്കാരിനെ വിമർശിച്ചാന്ന് പറഞ്ഞാൽ അത് നമ്മളല്ലേ ഇപ്പൊ ഭരിക്കണ, നമ്മളല്ലേ? ആന്ന്. നമ്മളെന്തിനാ അവൻ വിമർശിക്കണേ? അതിനെന്തിനാ നമ്മൾ അവനെ കൊല്ലണ്? ഒരു പിടിയും കിട്ടില്ല സുഖേട്ടാ. ഇതൊക്കെ അണികൾ വായിച്ചാ വലിയ കുഴപ്പമാകും കേട്ടാ. ഇന്നലെ വരെ എന്ത് ചോദിച്ചാൽ എല്ലാ സഹായവും കൊടുത്തിട്ട് അവന്റെ ഒപ്പം നിൽക്കണം നമ്മളെ കുറിച്ച് അവൻ ഇങ്ങനെ പറയാൻ. നമ്മൾ ചെയ്യാ ഇല്ല. അതെ, ഹലോ. ഓ കട്ടാക്കി. ഞാൻ പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല എന്നുകൊണ്ട്. ശീതളേട്ടാ, എന്താണ് ആകെ നാറി നിൽക്കേണ്ട.
മുഴുവൻ ആളുകൾ തെറിയാണ് ഫേസ്ബുക്കില് സർക്കാരിനെ വിമർശിച്ചെന്നും പറഞ്ഞിട്ട്. അതെ, ആ തലക്കെട്ട് എടുത്തിട്ട് മാത്രമാണ് ആൾക്കാർ വൈറലാക്കണതേ. അതാണ് കുഴപ്പമായത്. ഓ സൂതേട്ടൻ എത്തിയല്ലോ. ശീതളനവിടെ നമസ്കാരം. ശീതളനവിടെ ശീതളന്റെ മോളിലുണ്ട്. എന്താ മോളില് അല്ല അവിടെ എന്താ അവിടെ കയറിയിരിക്കണേ? അല്ല സൂതേട്ടാ എന്താന്നറിയോ? അതെ, ഒന്നും പറയണ്ട, ഇവിടെ ഇറങ്ങി വാ. ആ ഞാൻ അതെ ചെയ്ത് വെച്ചിട്ട് മോളിലെ കയറിയിരുന്ന കാര്യം നടക്കോ? ഇറങ്ങി വാങ്ങട്ടെ. പ്രശ്നം ഉണ്ടാകണ്ട. ശീതളേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല എന്നാ തമാശ പറഞ്ഞാണ് സുധേട്ടാ. എന്ത് തമാശ! പാർട്ടിയിലെ കുറ്റം പറഞ്ഞ കാലിന്റെ മുട്ടിയെല്ലാം അടിച്ചു പൊടിക്കും. പാർട്ടിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാത്തൊരു സാധനം എഴുതി വരുമോ? ശീതളേട്ടൻ സത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ കാര്യം അറിയോ? ഇതേ വല കെട്ടിയിരിക്കാണ് ഞാനേ. എന്റെ ഒരു തെറ്റൂല. അല്ലല്ല, തെറ്റില്ല എന്നൊക്കെ മനസ്സിലായി. തെറ്റില്ലാണ്ടപ്പോ ഈ കാര്യങ്ങൾ നടക്കില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്കിപ്പോ പാർട്ടിയോടും അണികളോടും ഇത്ര വിരോധം തോന്നുന്ന എന്താ കാരണം? എന്തെന്നാ ഈ പറഞ്ഞ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. നീ തെറ്റ് ചെയ്യേണ്ട നാട് മുഴുവൻ ഈ വർത്താനം പറയോ? അതെ, നിനക്ക് എല്ലാ സഹായവും ചെയ്തെന്ന് പാർട്ടിയുടെ അണികളാ. ഒരു വീട് വെക്കാൻ, ഒരു ഹോസ്പിറ്റൽ ചെലവ്, കാശ്, എന്താ നിനക്ക് ചെയ്യാതിരുന്നിട്ടുള്ളത്? അതിന് നന്ദിയുണ്ട് സൂതേട്ടൻ. എന്ത് നന്ദി? ഇങ്ങനെയാണോ നന്ദി കാണിക്കുന്നത്? അതെ, ഇങ്ങനെയാണോ നന്ദി കാണിക്കണ്ടത്? ഇന്നിപ്പോ എന്താ കാര്യം അറിയോ നിങ്ങൾക്ക്? എന്താണ്? ഞാൻ ചെയ്ത തെറ്റല്ലത്. നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അതിന്റെ ഇടയിൽ പറഞ്ഞ തമാശല്ലേ, അത് ഫോക്കസ് ചെയ്തിട്ട് അത് മെയിൻ ഹെഡിങ് ആക്കി എഴുതിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞ സത്യങ്ങളൊക്കെ എവിടെ കിടക്കണ അറിയാം നിങ്ങക്ക്? 3-4 പാരഗ്രാഫ് ഇങ്ങനെ വന്ന് വായിച്ച് താഴ്ത്ത് അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്. നോക്ക്, ഞാൻ പറഞ്ഞ സത്യം അതാണ്. ഇതാണ് പറഞ്ഞ കാര്യം. ഹെഡിങ് ഇതാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ? അതൊക്കെ കാണിക്കും, വായിക്കട്ടെ. ആ നിക്ക് ഇതാണ് ശീതളേട്ടൻ പറഞ്ഞ കാര്യം. ഇത് വായിച്ചു. ഇതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യം. മറ്റൊക്കെ അവന്മാര് വെറുതെ എഴുതി വെച്ചേക്കാണ് അത് ലിങ്ക് തുറക്കാൻ വേണ്ടി. അതെ, ഇപ്പൊ എല്ലാവരും ഇങ്ങനെയാണ്. ഇതിന്റെ ആദ്യത്തെ ഹെഡിങ് വായിച്ചിട്ട് അതാണ് ശരിയെന്ന് വിശ്വസിക്കും. അതാണ്ടായി. അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് തന്നെയാണ് അവരുടെ ആവശ്യമേ. അതിനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഞാനെന്താ ചെയ്യാ? സൂതേട്ട, സത്യം, നന്മ, കാരുണ്യം, ഇത് പൂത്തുലഞ്ഞിരിക്കണ ഒരു മരമാണ് ഇത്. അതല്ലാന്ന് ഇത്. അത് ഞാനും ആലോചിച്ചു. ഞാനേ ഇത്രയും പെട്ടെന്ന് ശീതളന്റെ മനസ്സെന്താ മാറാൻ, പാർട്ടിയോട് വിരോധം തോന്നാന്നൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുധേട്ടാ? നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ? ഇതിപ്പോ ആരതിന്റെ പിന്നിലെന്നാ പറഞ്ഞ? ഇത് നമ്മളെ പടക്കുന്ന് നമ്മളെ സത്യശീലന്റെ പടക്കം സത്യശീലൻ. എടാ, മഞ്ഞപത്രം ഇറക്കിയിട്ട് വിവാദം ഉണ്ടാക്കിയോ? ഇപ്പൊ യൂട്യൂബിൽ ഇതാ പരിപാടി. അവന്റെ ഓഫീസ് അവിടെ. അതൊക്കെ എനിക്കറിയാം. അതെ, നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് അവനോട് ചോദിക്കണം. വെറുതെ വിട്ടാൻ പറ്റില്ല. ശീതളേട്ടൻ പറഞ്ഞ ഞങ്ങള് ചോദിച്ചോളാം. വന്ന് എന്തോ എഴുതാന്നേ ഞാൻ ചോദിച്ചിട്ട് വരാം. ഹലോ, എന്റെ സാറ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. അത് എന്താണ്ടായെന്ന് പറയാ, ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാന് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും ചേറ്റകളാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അഭിപ്രായം ഇല്ല എന്നുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി എഴുതി പിടിപ്പിച്ചിരിക്കാണ് കള്ള നായ്ക്കള്.